ഡിയർ വ്യൂവേഴ്സ്, +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള നോട്ടോട് കൂടിയ ക്ലാസ്സുകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് നോക്കാം. വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കൊമേഴ്സ് കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമുക്ക് നോക്കാം ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം എന്താണ്, എന്തുകൊണ്ട് പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നു. അതാണ് ആൻസറിൽ വരേണ്ടത്. ഫസ്റ്റ് പോയിന്റ്, മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്. ഗ്രൂപ്പ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ മാനേജ്മെൻറ്റ് സഹായിക്കുന്നു. നമുക്കറിയാം, ഏതൊരു ബിസിനസ് സ്ഥാപനവും ഒരു ഗ്രൂപ്പാണ്. കുറേയേറെ ആളുകൾ കൂടിച്ചേർന്ന ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൻ്റെ പൊതുവായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് മാനേജ്മെൻറ്റ് ഇൻ്റഗ്രേറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡിവിജ്വൽ വിത്ത് ഓർഗനൈസേഷണൽ ഗോൾ. ഓരോ വ്യക്തികളുടെയും ലക്ഷ്യങ്ങൾ സംഘടനയുടെ ലക്ഷ്യങ്ങളുമായിട്ട് ഏകോപിപ്പിക്കുന്നു. മാനേജ്മെൻറ്റ് ഗീവ് എ കോമൺ ഡയറക്ഷൻ ടു ഇൻഡിവിജ്വൽ എഫേർട്ട് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും മാനേജ്മെൻറ്റ് നൽകുന്നു. അതായത് ഇവിടെ പറയുന്നത് സ്ഥാപനത്തിൻ്റെ പൊതുവായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ബിസിനസ് സ്ഥാപനത്തിലെ ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നത് സ്വന്തം ബിസിനസ്സിൻ്റെ മെച്ചം, അതായത് കൂടുതൽ ലാഭമുണ്ടാക്കുക, വളരുക. ഇതൊക്കെ തന്നെയാണ്, അത് തന്നെയാണ് കോമൺ ഒബ്ജക്റ്റീവ്. സ്ഥാപനം വളരുക, ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. സ്ഥാപനം വളർന്നാൽ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അതിൻ്റെ മെച്ചമുണ്ടാകും. അതുകൊണ്ട് എല്ലാ തൊഴിലാളികളും ആഗ്രഹിക്കുന്നത് സ്ഥാപനത്തിൻ്റെ വളർച്ചയാണ്. ആ ലക്ഷ്യം നേടിയെടുക്കാൻ മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ഒന്നുകൂടി നമുക്ക് നോക്കാം. മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്. മാനേജ്മെൻറ്റ് ഇൻ്റഗ്രേറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡിവിജ്വൽ വിത്ത് ഓർഗനൈസേഷണൽ ഗോൾസ്. മാനേജ്മെൻറ്റ് ഗീവ് കോമൺ ഡയറക്ഷൻ ടു ഇൻഡിവിജ്വൽ എഫേർട്ട് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. അതായത് ഗ്രൂപ്പ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ മാനേജ്മെൻറ്റ് സഹായിക്കുന്നു. വ്യക്തിഗത ലക്ഷ്യങ്ങളും സംഘടനാ ലക്ഷ്യങ്ങളും ഏകോപിപ്പിച്ച് സംഘടനയുടെ കൂട്ടായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ മാനേജ്മെൻറ്റ് സഹായിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ് മറക്കരുത്, മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്. അടുത്ത പോയിന്റ്, മാനേജ്മെൻറ്റ് ഇൻക്രീസ് എഫിഷ്യൻസി. ബൈ അച്ചീവിങ് ഗോൾസ് വിത്ത് റിഡ്യൂസ്ഡ് കോസ്റ്റ്, ഇംപ്രൂവ്ഡ് പ്രൊഡക്ടിവിറ്റി ആൻഡ് മിനിമം റിസോഴ്സ്, മാനേജ്മെൻറ്റ് ഇൻക്രീസ് എഫിഷ്യൻസി. എഫിഷ്യൻസി എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്, കാര്യക്ഷമത. മാനേജ്മെൻറ്റ് കാര്യക്ഷമത കൂട്ടുന്നു. കുറഞ്ഞ ചെലവിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനാണ് കാര്യക്ഷമത എന്ന് പറയുന്നത്. ചെലവ് കുറച്ചുകൊണ്ടും ഉൽപ്പാദനം വർദ്ധിപ്പിച്ചും റിസോഴ്സിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ടും എല്ലാം മാനേജ്മെൻറ്റ് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. റിസോഴ്സിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ റിസോഴ്സ് പരമാവധി ഉപയോഗിച്ചുകൊണ്ട് മാനേജ്മെൻറ്റ് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. കുറഞ്ഞ ഉൽപ്പാദന ചെലവിലൂടെയും മെച്ചപ്പെട്ട ഉൽപ്പാദനക്ഷമതയിലൂടെയും മാനേജ്മെൻറ്റ് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. ഒന്നുകൂടി നോക്കാം. മാനേജ്മെൻറ്റ് ഇൻക്രീസ് എഫിഷ്യൻസി ബൈ അച്ചീവിങ് ഗോൾസ് വിത്ത് റിഡ്യൂസ്ഡ് കോസ്റ്റ്, ഇംപ്രൂവ്ഡ് പ്രൊഡക്ടിവിറ്റി ആൻഡ് മിനിമം റിസോഴ്സ്, മാനേജ്മെൻറ്റ് ഇൻക്രീസ് എഫിഷ്യൻസി. വിഭവങ്ങളുടെ ഫലപ്രദമായ ഉപയോഗത്തിലൂടെയും ഉൽപ്പാദനക്ഷമത കൂട്ടിക്കൊണ്ടും കോസ്റ്റ് കുറച്ചുകൊണ്ടും ചിലവ് കുറച്ചുകൊണ്ടുമെല്ലാം മാനേജ്മെൻറ്റ് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. ആദ്യത്തെ പോയിൻ്റ് ഓർക്കുന്നുണ്ടോ? മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്, മാനേജ്മെൻറ്റ് ഇൻക്രീസ് എഫിഷ്യൻസി. അടുത്ത പോയിൻ്റ് നോക്കാം. അടുത്ത പോയിൻ്റാണ് മാനേജ്മെൻറ്റ് ക്രിയേറ്റ് എ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. മാറ്റങ്ങൾക്കനുസരിച്ച് മാറുന്നതിനെയാണ് ഡൈനാമിക് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് എംപ്ലോയി റെസിസ്റ്റൻസ് ടു ചേഞ്ച്. ഇറ്റ് ക്രിയേറ്റ് എ ഡൈനാമിക് എൻവയോൺമെൻറ്റ് ഇൻ ദി ഓർഗനൈസേഷൻ. നമുക്കറിയാം, ബിസിനസ്സിൽ ധാരാളം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. പലർക്കും മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. മാനേജ്മെൻറ്റ് ആ ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കുന്നു. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ചലനാത്മക സംഘടനയെ സൃഷ്ടിക്കുന്നു എന്ന് പറയാനായിട്ട് കാരണം. അതായത് മാറ്റങ്ങൾക്കനുസരിച്ച് മാറുന്ന തരത്തിലുള്ള ബിസിനസ്സിലേക്ക് നമുക്ക് വരാനായിട്ട് മാനേജ്മെൻറ്റ് സഹായിക്കുന്നു. ബിസിനസ് പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ബിസിനസ് സ്ഥാപനത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ മാനേജ്മെൻറ്റിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഒരു ചലനാത്മക സംഘടനയെ സൃഷ്ടിക്കുന്നു എന്ന് പറയാൻ കാരണം. നമുക്ക് നോക്കാം. മാനേജ്മെൻറ്റ് ക്രിയേറ്റ് എ ഡൈനാമിക് എൻവയോൺമെൻറ്റ്.
Effective management helps to reduce employee resistance to change. It creates a dynamic environment in the organization. ഇനി 3 പോയിന്റും പറഞ്ഞു നോക്കിയേ. മാനേജ്മെൻറ്റ് ഹെൽപ്സ് ടു അച്ചീവ് ഗ്രൂപ്പ് ഗോൾസ്, മാനേജ്മെൻറ്റ് ഇൻക്രീസ് എഫിഷ്യൻസി, മാനേജ്മെൻറ്റ് ക്രിയേറ്റ് എ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്. എ മാനേജർ മോട്ടിവേറ്റ് ആൻഡ് ലീഡ് ഹിസ് ടീം ഇൻ സച്ച് എ മാനർ ദാറ്റ് individual members are able to achieve personal goal while contributing to the overall organizational objectives. സംഘടനയുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത് വഴി സ്വന്തം ലക്ഷ്യത്തിലേക്കും എത്തുകയാണ് ഓരോ തൊഴിലാളിയും ചെയ്യുന്നത്. സ്ഥാപനം വളരുന്നത് വഴി വ്യക്തികൾക്കും വളർച്ചയുണ്ടാകും. അങ്ങനെ മാനേജ്മെൻറ്റ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാനും സഹായിക്കുന്നു. മാനേജ്മെൻറ്റ് വ്യക്തിഗത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുന്നു. സംഘടനാ ലക്ഷ്യങ്ങൾക്കും വ്യക്തിഗത ലക്ഷ്യങ്ങൾക്കും ഒരേ പ്രാധാന്യമാണ് മാനേജ്മെൻറ്റ് നൽകുന്നത്. 2 ലക്ഷ്യങ്ങളും നേടിയെടുക്കാനായിട്ട് മാനേജ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ഇനി ആ പോയിൻ്റ് ഒന്നുകൂടി പറഞ്ഞു നോക്കിയേ. മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്, മാനേജ്മെൻറ്റ് ഇൻക്രീസ് എഫിഷ്യൻസി, മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ഡൈനാമിക് എൻവയോൺമെൻറ്റ്, മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. അടുത്ത പോയിൻ്റാണ് മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് ദി സൊസൈറ്റി ബൈ പ്രൊവൈഡിങ് ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആൻഡ് സർവീസ്, ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇൻട്രൊഡ്യൂസ് ന്യൂ ടെക്നോളജി ആൻഡ് സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ്. മാനേജ്മെൻറ്റ് സാമൂഹ്യ വികസനത്തിന് സഹായിക്കുന്നു. സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നത് വഴി മാനേജ്മെൻറ്റ് സാമൂഹ്യ വികസനത്തിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ നല്ല ഉൽപ്പന്നങ്ങൾ കൊടുക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും വഴി മാനേജ്മെൻറ്റ് സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയാം. മാനേജ്മെൻറ്റിന് സമൂഹത്തോടൊരു ഉത്തരവാദിത്വമുണ്ട്. അത് നിറവേറ്റുന്നത് വഴി സാമൂഹ്യ വികസനം സാധ്യമാകുന്നു. പോയിൻ്റ് ഒരിക്കൽ കൂടി പറഞ്ഞു നോക്കാം. മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്, മാനേജ്മെൻറ്റ് ഇൻക്രീസ് എഫിഷ്യൻസി, management create dynamic environment, management helps in achieving personal goal, management helps in development of the society.